ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ആ ഒരു ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ആ ഒരു സൂപ്പർ ഹിറ്റ് കഥാവിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നാളത്തെ മാളികപ്പുറത്തിന്റെ പ്രമോ വിശേഷമാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഭൂരിഭാഗം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മടിക്കരുത് കേട്ടോ. നേരെ നമുക്ക് അയ്യപ്പൻ്റെയും ഉണ്ണിമോളുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ചന്തു എന്ന് പറയുന്ന ആ തലതെറിച്ച ചെറുക്കൻ. അവനാണെങ്കിൽ ഉണ്ണിമോളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഭഗവാനായിട്ടുള്ള ഗിരിദേവൻ തന്നെ വന്ന് പറഞ്ഞിട്ടും ചന്തു എന്നല്ല അവൻ്റെ ഒരു കൂട്ടുകാർ പോലും ഒതുങ്ങുന്ന ലക്ഷണം ഇല്ല. അപ്പൊ അതിലൊരു പെങ്കൊച്ചു പറയുന്നുണ്ട്, അതെ ചന്തു, ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അഥവാ ആ വൈഡൂര്യനാഗം ആ കൊച്ചിന്റെ വീട്ടിലേതാണെങ്കിൽ നീ അതൊരു വിഷയമാവില്ലേ, അപ്പം നീ അത് തിരികെ കൊടുക്കെന്ന് പറയാണ്. അങ്ങനെ ചന്തു ആണെങ്കിലോ ആയിക്കോട്ടെ, അത് ഇവളുടെ സ്വന്തം ആണെങ്കിൽ ഞാൻ ഇവൾക്ക് തന്നെ കൊടുത്തേക്കാന്നും പറഞ്ഞ് ആ ഒരു വൈഡൂര്യനാഗം നമ്മുടെ ഉണ്ണിമോളുടെ കയ്യിലേക്ക് വെച്ച് നീട്ടുകയാണ്. ഉണ്ണിമോളാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ തനിക്ക് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നമ്മുടെ ഉണ്ണിമോള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഗിരിദേവനെയും ഭാവിയും ഒക്കെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചെറുക്കൻ ഇത് ചെയ്യാൻ തുടങ്ങുന്നതെന്ന് വിചാരിച്ച് ഉണ്ണിമോള് തൻ്റെ കൈകൾ നീട്ടുന്ന സമയത്ത് ആ ചെറുക്കനാണെങ്കിലോ ഉണ്ണിമോളുടെ കയ്യിലേക്ക് ഇത് വെച്ച് നീട്ടുന്ന സമയത്ത് വലിയ സന്തോഷത്തിൽ തന്നെ നമ്മുടെ ഉണ്ണിമോൾ അത് സ്വീകരിക്കാനായിട്ട് കൈ ഇങ്ങനെ നീട്ടിയതും അപ്പം അവനാണെങ്കിലോ അത് പുറകോട്ട് തിരിച്ച് വലിക്കുകയാണ്. അങ്ങനെ 1-2 തവണ നമ്മുടെ ഉണ്ണിമോളെ കളിപ്പിക്കുക കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ഗിരിദേവന്റെയും അതുപോലെ തന്നെ വാവയുടെയും സകല നിയന്ത്രണവും വിട്ടു. ഉണ്ണിമോളാണെങ്കിലും ഇതാ കരച്ചിലിന്റെ വക്കിലും ഒക്കെ ആയി. അയ്യോ ഗിരിദേവ, ഇത് കണ്ടില്ല ഈ ചെറുക്കൻ കാണിക്കുന്നത്, ഇവൻ എന്തൊരു സാധനമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഗിരിദേവനും വാവയും ഒക്കെ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഈ ചെറുക്കൻ സമ്മതിച്ചില്ലല്ലോ. അപ്പം വീണ്ടും അവൻ ഒരു തവണ കൂടി മര്യാദക്ക് കൊടുക്കടാന്ന് പറയുമ്പോഴത്തേക്കിനും ആ ചന്തു ചെറുക്കൻ നീട്ടുകയാണ് ഈ ഒരു വൈഡൂര്യനാഗം. അത് നമ്മുടെ ഉണ്ണിമോൾ ഇങ്ങ് കയ്യിലേക്ക് വാങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഉടനെ ആ ചെറുക്കൻ പറയുന്നുണ്ട്, അങ്ങനെ ഇതങ്ങ് തന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? അതെ, നീ ഒരു കാര്യം ചെയ്, ഞങ്ങള് ക്രിക്കറ്റ് കളിച്ച് തോപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോൾക്കാണെങ്കിൽ ക്രിക്കറ്റ് ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണിമോളാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര പേടിച്ചിങ്ങനെ നിന്ന് അയ്യോ ക്രിക്കറ്റോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഗിരിദേവൻ പറയുന്നുണ്ട്, അതാണോ, അത്രേ ഉള്ളോ നിന്റെ പ്രശ്നം? ക്രിക്കറ്റ് കളിച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ഞാൻ ഇത് ഗിഫ്റ്റായിട്ട് തന്നേക്കാന്ന് പറയുകയാണ്. അപ്പം മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മുടെ ആ ഒരു ഗിരിദേവനാണെങ്കിൽ ഉണ്ണിമോളോട് പറയാണ്, ഉണ്ണിമോളെ നീ അത് തന്നെ ചെയ്തോ, എന്തായാലും നീ ജയിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഉണ്ണിമോൾക്കാണെങ്കിൽ ഭയങ്കര ഒരു ആത്മവിശ്വാസം. ഇത്രയും നേരം നിന്നതുപോലെയല്ല, തൻ്റെ കൂട്ടുകാർ ചില്ലറക്കാരല്ല, അവർക്ക് അത്യാവശ്യം കാര്യഗൗരവമൊക്കെ ഉള്ളതാണെന്ന് ഉണ്ണിമോൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഗിരിദേവന്റെയും വാവയുടെയും ഒക്കെ ആ പിൻബലത്തിന്റെ പുറത്ത് ഇവളാണെങ്കിൽ ഞാൻ വരാന്ന് പറയുകയാണ്. അങ്ങനെ അവർ ആ ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നത് ആ ഒരു മോളുടെ ഒക്കെ കാര്യമാണ് കേട്ടോ. അതായത് ആ ഒരു കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞിന്റെ അച്ഛൻ ഭയങ്കര കുടിയനാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കല്യാണ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് ഇതിലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ഈ വീട്ടുകാരാണെങ്കിലോ തങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കച്ചവടവും കാര്യങ്ങളും ഒന്നും നടന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലാണ് ഇപ്പം. അപ്പം വിചാരിച്ച സമയത്ത് ഈ ഒരു പൈസ കിട്ടിയില്ല എങ്കിൽ അത് തൻ്റെ മകളുടെ കല്യാണത്തെ ബാധിക്കും. എന്തായാലും ആക്രാന്തം മൂത്തിട്ടുള്ള ഒരുത്തനാണ് ഇപ്പം കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത്. തൻ്റെ മകൾ അവനെ സ്നേഹിച്ച് കെട്ടുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്ക് അത് എതിർക്കാനും സാധിക്കാത്തൊരവസ്ഥയിലാണ്. അപ്പം വളരെ വിഷമത്തിലാണ് ആ അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. അവർ ഭഗവാൻ അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഡേറ്റിംഗ് എത്തി, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് പറയുമ്പം നമ്മുടെ ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീനിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണിമോളും അതുപോലെ തന്നെ ഈ കുട്ടികളും ഒക്കെ കൂടെ നിന്ന് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പം ഇവരാണെങ്കിൽ ഉണ്ണിമോൾക്ക് ബാറ്റും കൊടുത്തു. ഉണ്ണിമോൾക്കാണെങ്കിൽ ഇതൊന്നും അറിയത്തില്ല. അപ്പം നമ്മുടെ വാവയുടെ സഹായമുണ്ട്. പിന്നെ ഗിരിദേവൻ അത്യാവശ്യം മായാജാലക്കാരനാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഉണ്ണിമോൾ അങ്ങ് കസറുകയാണ്. അപ്പം അറിയാൻ പാടില്ലാത്ത കളിയാണെങ്കിൽ കൂടി ഉണ്ണിമോൾ അങ്ങ് വിജയിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ചന്തു അത്യാവശ്യം നല്ലൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഉണ്ണിമോളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചന്തുവിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണിമോള് വിജയിക്കുകയാണ്.
അങ്ങനെ ഉണ്ണിമോൾ ഇതാ കളിയിൽ വിജയിക്കുകയാണ്. അപ്പം ഉണ്ണിമോളെ വിജയിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ കൊച്ചു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോഴത്തേക്കിനും മറ്റേ ടീമുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ചന്തുവിൻ്റെ ടീം, അവരാണെങ്കിൽ ഇതാ തോറ്റു തുന്നം പാടിയ അവസ്ഥയാണ്. അപ്പം ചെറുക്കൻ ഇനിയിപ്പം വാക്ക് പറഞ്ഞത് മാറ്റാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചന്തു ആ ഒരു സമ്മാനം, അതായത് നമ്മുടെ ആ ഒരു വൈഡൂര്യ നാഗത്തെ ഉണ്ണിമോൾക്ക് സമ്മാനിക്കുകയാണ്. അപ്പം അർഹതപ്പെട്ട കരങ്ങളിൽ തന്നെ ഭഗവാൻ അത് എത്തിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ദേവകിയമ്മ ആ ഒരു അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നല്ലോ, എന്തായാലും അന്യരുടെ കയ്യിൽ ഇത് എത്തിക്കില്ല എന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു വൈഡൂര്യ നാഗം നമ്മുടെ ഉണ്ണിമോളുടെ കയ്യിൽ കിട്ടിയതും ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഉണ്ണിമോളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴത്തേക്കിനും ഗിരിദേവനും വലിയ സന്തോഷമായി. ദേ ഗിരിദേവ കണ്ടില്ലേ, ഇത് നിങ്ങൾ കാരണമാണ് സാധിച്ചത്. ഇല്ലെങ്കിൽ എനിക്ക് ജയിക്കാനേ സാധിക്കില്ലായിരുന്നു. കളി പോലും ജോബിന് അറിയില്ലായിരുന്നു. ദേ ഈ വാവയുണ്ടല്ലോ, നല്ല കില്ലാടി തന്നെയാണ്, അവനാണ് ഈ കളിക്കാനായിട്ടൊക്കെ എന്നെ സഹായിച്ചത് എന്നും പറഞ്ഞ് ഭാവി ഇങ്ങനെ പുകഴ്ത്തി പറയാണ് ഉണ്ണിമോള്. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലോ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. കാര്യം വൈഡൂര്യനാഗം മോഷ്ടിച്ച കാര്യം നമ്മുടെ മുത്തശ്ശിക്കല്ലേ അറിയത്തുള്ളൂ. വിനോദിനാണ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലും അല്ല ഇപ്പം മുത്തശ്ശി ഉള്ളത്. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ നാളത്തെ ആ ഒരു മാളികപ്പുറത്തിൻ്റെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്